മാമാ ഓ മാമൻ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? എന്റെ അമ്മ ഞാൻ ആലോചിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നാ മതി, എന്തെങ്കിലും ഐഡിയ വേണ്ടേ? അച്ഛാ, എനിക്കൊരു ഐഡിയ. അച്ഛനും അമ്മയ്ക്കും കൂടെ ഒരു ഡാൻസ് കളിച്ചാലാ? ഞാൻ അവളോട് ഡാൻസ് കളിക്കാനാ? അതൊന്നും വേണ്ട. എടാ നീ മാമനെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറയടാ. അത് എനിക്ക് പറ്റാത്തത്. ഡാൻസ് കളിക്കാൻ മാമന് പറ്റില്ലല്ലോ. എനിക്ക് നല്ല സൂപ്പർ ഡാൻസ് കളിക്കാൻ പറ്റും. അച്ഛൻ നല്ല സൂപ്പർ ആയിട്ട് ഡാൻസ് കളിക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ പറഞ്ഞോളൂ മക്കളെ. വേറെ ഏതെങ്കിലും ഐഡിയ പറ. അച്ഛാ, എനിക്ക് വേറൊരു ഐഡിയ. ഇത് നോക്കളെ, നമുക്കേ മറ്റേ കാല് വെച്ച് വല്ല ബലൂൺ പൊട്ടിക്കണതോ അല്ല താഴെ വല്ല മുട്ടായി മറക്കണതോ അങ്ങനെ വല്ലതും ചെയ്താലോ? എന്തോന്നടാ, എനിക്ക് പിന്നെ ലെമൺ ആൻഡ് സ്പൂൺ റേസും നമ്മുടെ തവളച്ചാട്ടമൊക്കെ ആയാലോ കൊള്ളായിരിക്കും അല്ലേ? പോചർക്കാൻ ആള് കൊള്ളാമി. കൊച്ചിറക്കനെ ഇരുത്തി അങ്ങ് തച്ചിന് കോനടിക്കാണല്ലോ. അവൻ രണ്ട് ഐഡിയ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ എത്ര നേരമായിട്ട് ഭയങ്കര എന്ത് കാര്യം? എന്റെ ഒന്നുമില്ല മാമനെ തവളച്ചാട്ടം ചാടുന്ന ആലോചിച്ച് തിരിച്ച. എന്താണ് ഇവിടെ മാമനും പിള്ളേരും കൂടെ? അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റുമോ മാമ? അല്ല ഒന്നുമില്ല. അതൊന്നുമല്ല, മാമന്റെ ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് കാര്യം വല്ല പറഞ്ഞേ അപ്പൂപ്പനോട് ചോദിച്ചാ പോരേ? മാമ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ്, ചേന നടന്ന കാര്യമല്ല. നിന്നെക്കാളും വലിയ ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ കേട്ടാ. ടുള്ള പാസ്റ്റ് ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ഇല്ല, മുമ്പുണ്ടായിരുന്നല്ലോ. അത് മതി മക്കളെ, നീ കാര്യം പറ. അതൊന്നുമല്ല, മാമനെ പോലീസ് അസോസിയേഷന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് മാമനും പങ്കെടുക്കുന്നുണ്ടെന്ന്. അത്രേ ഉള്ള അത് വല്ല പാട്ടോ ഡാൻസ് ചെയ്താ പ്രശ്നം. എടേ അല്ലെങ്കിലേ ഒരു നാടകം ചെയ്യും, അതാണ് ഇപ്പൊ നല്ലത്. നാടകം കൊള്ളാം. നാടകം ചെയ്യല്ലോ നല്ല ഐഡിയ അല്ലേ? മാമ ഹെൽപ്പ് ചെയ്യൂ. പിന്നെ എന്ത് കഥ നീ ഉണ്ടാക്കണം. കഥക്ക് ഞാൻ അവിടെ പോട്ടു മാമ. എടേ നീ ഒരു പോലീസുകാരനല്ലേ? നിന്റെ പോലീസ് അനുഭവം വെച്ചിട്ട് ഒരു കഥ ഇങ്ങോട്ട് മെനഞ്ഞെടുക്കണം. അനുഭവം ഞാൻ കള്ളനെ പിടിക്കുന്ന ഒരു കള്ളനെ പിടിക്കുന്നേക്കാട് സ്ഥിരം സംഭവം, അത് ക്ലീശയാണ്. പുതിയ എന്തെങ്കിലും സാധനങ്ങൾ ആലോചിക്കടേ. പുതിയ പുതിയ എന്തെങ്കിലും ഐഡിയ നീ കണ്ടെത്തണം. ഞാനൊക്കെ ആണെങ്കിലേ ഈ ശത്രുരാജ്യത്ത് വിമാനം പറത്തിയ കഥകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുവാടാ. അല്ല അപ്പൊ ഈ ശത്രുരാജ്യത്ത് അപ്പം പോയിട്ടുണ്ടോ? ഒരു കാര്യം പറയാനുണ്ടോ അച്ഛാ? എടാ എന്താടാ പ്രശ്നം? എന്താ ഇയാളത്തല്ല എനിക്ക് അച്ഛൻ്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ എന്റെ ഇടയിൽ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന വഴക്കുണ്ട മക്കളാ, നീ കാര്യം പറ. അച്ഛാ, എന്റെ കൂടെ 9ാം ക്ലാസ്സിൽ പഠിച്ച ശരത്ത് രണ്ടാമത് കെട്ടി. രണ്ടാമത് കിട്ടിയാ? അപ്പൊ ആദ്യത്തെ കെട്ടാ? അത് ഡിവോഴ്സായി. ഓ അത് ശരിയാ, അത് ഡിവോഴ്സ് ആയി. കെട്ടിയല്ല അപ്പൊ സന്തോഷമായി. മാമ അതല്ലെന്ന് പിന്നെ ശത്രുരാജ്യത്ത് പോയിട്ട് ബാക്കി പറ. എടാ ശത്രുരാജ്യത്ത് ഞാൻ അന്ന് എനിക്ക് അപ്പൊ മാമ ഞാൻ പറയട്ടാ, മാമ ശത്രുരാജ്യത്ത് പോയപ്പോ ഞാൻ വേറെ കോളനി പോകാനായിട്ട് പറഞ്ഞാലേ. അച്ഛാ എന്റെ കൂടെ 7ാം ക്ലാസ്സിൽ പഠിച്ച റമീസിന് 3 പിള്ളേരച്ചാ. 3 പിള്ളേരെ? അപ്പൊ ചെലവുണ്ട്. അപ്പൊ എന്ത് ചെലവാ? വൈകുന്നേരം ചെല്ലാന്ന് പറയട്ടാ. അല്ല എന്നിട്ടേ പക്ഷെ ഞാൻ വേറെ കോളനി പോണായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞാലേ. കോളനിയിലെന്ന് അത് നിനക്ക് പറ്റൂല. എന്നെ പോലെ സാഹസിക കഥയൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല. അല്ല നാടകല്ലേ മാമ. എന്റെ കൂടെ 4ാം ക്ലാസ്സിൽ പഠിച്ച അമ്മലിൽ ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു? ആ മക്കളെ അവനോട് സൂക്ഷിച്ചിരുന്ന് പഠിക്കാൻ, പരീക്ഷ സമയമാണ് കേട്ടാ. നിങ്ങളെ പരീക്ഷക്കായ? ഞങ്ങളുടെ പരീക്ഷക്കായി. ആ മക്കളെ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടാ. ഞങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടാ. മാമ ഇത് മാമ എന്താ മാമ, ഞാൻ ഒരു കാര്യം ടെൻഷൻ അടിച്ച് ചോദിക്കും. മാമ മാറ്റർ ചെയ്ത് പോവല്ലേ? അപ്പൊ ഞാൻ അല്ലേ മാമ, ഞാൻ വേറൊരാളായിട്ടല്ലേ അഭിനയിക്കണത്. അപ്പൊ എനിക്ക് പറ്റുമല്ലോ. അപ്പൊ പറ്റും. അയ്യ എന്താ ഡേ ഇങ്ങോട്ടേ സുമേഷ് ഡേ. എന്താണ് ഒരു ആലോചന? ഒത്തണ എന്തേ ആലോചന നടക്കുന്നത്? മൃഗപാൽ ഡോക്ടർ വിളിച്ചിരുന്നു. മൃഗപാൽ ഡോക്ടർ ആദ്യമായിട്ടൊന്നുമില്ല വിളിക്കുന്നത്. മാർച്ച് 23 പ്രത്യേകത എന്താണെന്ന് അറിയോ? അത് മാർച്ച് മാസത്തിലെ 23ാമത്തെ ദിവസമാണ്. ഇഷ്ടപ്പെട്ടില്ല? മാറ്റമൊന്നുമില്ല. എന്താ? വേൾഡ് ബിയർഡ് ഡേ, ലോക കരടി ദിനം. ഈ കരടിക്ക് സ്വന്തമായിട്ട് ദിവസമൊക്കെ ഉണ്ടോ? പിന്നെ എല്ലാത്തിനും അങ്ങനെ പ്രത്യേക ദിവസമല്ലേ? അങ്ങനെ കരടികൾക്ക് ഒരു പ്രത്യേക ദിവസമുണ്ട്. ചേട്ടാ എനിക്കൊരു കാര്യം പറയാം. അന്ന് മൃഗപാൽ ഡോക്ടർ പറഞ്ഞേക്കണെന്ന് പറഞ്ഞാൽ വന്യജീവികളെ കുറിച്ചിട്ട്, പ്രത്യേകിച്ച് കരടിയെ കുറിച്ചിട്ട് ഞാൻ ഒരു സ്പീച്ച് നടത്തണമെന്ന്. ആരുത്തുണ്ടോ? അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ വേണമെന്ന് പുള്ളി ഒരേ നിർബന്ധം. ചേട്ടാ എനിക്കൊരു കാര്യം പറയണ്ടേ. അപ്പം അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്ന് സ്റ്റഡി നടത്താനുണ്ട്, കാര്യങ്ങളൊക്കെ ഒന്ന് റെഫർ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വരുമായിരുന്നു. ജ്യേഷ്ഠ ഒരു കാര്യം പറയണ്ടേ. അപ്പം എന്താണ് നിനക്ക് കരടിയെ കുറിച്ചുള്ള അഭിപ്രായം? അല്ല, അവൻ കുറച്ചു നേരമായിട്ട് എന്തോ കാര്യം പറയണമെന്ന് പറയുന്നുണ്ട്. അവൻ പറഞ്ഞല്ലോ? ഇല്ല, അവൻ പറഞ്ഞില്ല. അവൻ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞില്ല. നീ പറഞ്ഞില്ല, പറഞ്ഞോണ്ടിരിക്കല്ലേ പറഞ്ഞല്ലോ എന്ന്. ഇല്ല, ഞാൻ പറഞ്ഞില്ല, പറയാൻ വേണ്ടി വന്നതാണ്. അതെ എന്റെ കൂടെ 9ാം ക്ലാസ്സിൽ പഠിച്ച ശരത്തില്ലേ, അവനിപ്പം വീണ്ടും കെട്ടി.
വീണ്ടും കിട്ടി. ആദ്യത്തെ ഡിവോഴ്സ് ആയി ഇപ്പൊ രണ്ടാമതും ആ ആദ്യത്തെ ഡിവോഴ്സ് വീണ്ടും കെട്ടി. വീണ്ടും കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എന്തോ വിചാരിച്ചു. അല്ല, ഒന്നുകൂടെ കെട്ടി. ഒന്നുകൂടെ കെട്ടി. പിന്നെ എന്റെ കൂടെ അവനൊരു കൂട്ട് വേണം. പിന്നെന്ന് വെച്ചാല് എന്റെ കൂടെ 7ാം ക്ലാസ്സിൽ പഠിച്ച റമീസിന് 3 ഇരട്ടക്കുട്ടികളാ. 3 ഇരട്ടക്കുട്ടികൾ? രഹന, റാത്ത്, റാസിയ. 3 ഇരട്ട കുട്ടികളാണ്. അല്ല 3 ട്രിപ്ലക്സ്. 3 കുട്ടികള്. നിന്റെ കൂടെ നടന്ന് ഒട്ടും റഹ്മത്തില്ലാത്തവനായി പോകുന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല അതല്ലല്ലോ ഏട്ടാ ഇവിടുത്തെ ഇനി ഒരു കുട്ടി ഉണ്ടാകുമ്പോ റഹ്മാൻ എന്ന് പേരിടാൻ പറ. റഹ്മാനോ ഉദുമാനോ എന്തുവേണമെന്ന് ഇട്ടോട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്റെ അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന എന്താണ്? അല്ലെ എന്റെ കൂടെ പഠിച്ചാരാ ചേട്ടാ 4ാം ക്ലാസ്സിൽ പഠിച്ച രാഹുലിന്റെ മൂത്ത കൊച്ചിപ്പോ 4ാം ക്ലാസ്സിലാണ്. നമ്മൾ ഇന്നാളെ കണ്ടപ്പോ കൊച്ചു 3-ലായിരുന്നല്ലേ? പെട്ടെന്ന് 4-ലായത്. വളർച്ച പിള്ളേരുടെ ഓരോ ഈ കരടി കണ്ടിട്ടുണ്ട്. ഇത് ഹിമക്കരടി അല്ലേ? ഹിമക്കരടി അല്ലേ? ഇവർക്ക് സെയിം ഡേയിലാണോ ലോക കരടി ദിനം? ഹിമക്കരടി തന്നെ 1-2 പ്രത്യേകത, വേറെ 1-2 വെറൈറ്റി സ്പീഷീസ് ഉണ്ട്. കരടികളെല്ലാം ഒരേപോലെ അല്ലല്ലോ. ഇപ്പൊ ഈ ഹിമക്കരടി കളർ വ്യത്യാസമുണ്ട്. നമ്മള് അതിനെക്കുറിച്ച് പറയണമെന്നല്ലേ പ്രത്യേകമായിട്ട്. അവനെന്തോ പറയാൻ വന്നതായിരുന്നു. പറഞ്ഞിട്ട് പോയല്ലോ, അവന്റെ കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ട് പോയി. അവൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? കൂട്ടുകാരെ കുറിച്ച് പറഞ്ഞിട്ട് പോയല്ലേ? വെറുതെ കൂട്ടുകാരെ കുറിച്ച് പറയുമായിരുന്നോ? അവൻ പറഞ്ഞത് അവന്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ച കാര്യല്ലേ? ആണോ? അവന്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു. അവന്റെ കാര്യത്തില് നമുക്കൊരു ശുഷ്കാന്തി ഇല്ലാന്നല്ലേ അവൻ ഉദ്ദേശിച്ചേ? അങ്ങനെയാണോ പറഞ്ഞത്? പിന്നല്ലേ ഒന്ന് ചോദിച്ചിട്ട് വരാൻ. കൂട്ടുകാരെ കുറിച്ചിട്ട് 23 കരടിയുടെ കല്യാണക്കാരിയാണെങ്കി ഇപ്പൊ മനസ്സിലായനെ. എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് എന്ത് വർഷം? എന്റെ പ്രശ്നം കേൾക്കാനൊന്നും ഇവിടെ ആരും ഇല്ലല്ലേ. അച്ഛാ, അമ്മ, എന്താടാ ഉണ്ട്. എന്താടാ ഇതെന്നാ പറ്റി? അവന്റെ ഇരിപ്പ് കണ്ടാ? എന്തു പറ്റി? പറയടാ. ഒന്നുമില്ലെന്ന്. എന്താടാ സുമേ? എടാ ഇപ്പൊ ഇവിടെ എല്ലാരും ഇല്ലേ? അതൊക്കെ പറ. അത് പിന്നെ അമ്മ എന്റെ കൂടെ പഠിച്ചവരെല്ലാം നല്ല ഫാമിലി ഒക്കെ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കും. അത് നേരത്തെ അവിടെ ഒന്ന് പറഞ്ഞല്ലോ. അതിപ്പോ എന്ത് പ്രശ്നം? എന്ത് അച്ഛാ, അവന്റെ കൂടെ ഉള്ളവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവന്റെ മാത്രം കഴിഞ്ഞില്ലെന്നാണ് അവൻ പറയണേ. എടാ അത് നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ. നീ കാണുന്നതല്ലേ നമ്മൾ ആലോചിക്കുന്നതൊക്കെ. ആരെ ആലോചിക്കുന്നൊന്നുമില്ല. ഞാനേ തുളസിയും കടുത്ത് ചോദിച്ചായിരുന്നു, എന്റെ കല്യാണക്കാരി ഇപ്പൊ അച്ഛൻ അങ്ങനെ പറയുന്ന പോലും ഇല്ലെന്ന്. എടാ ഞാൻ ചുമ്മാ തുളസിയെ വിളിച്ചോണ്ടിരുന്നാ മതിയാ. നിന്റെ കാര്യം കൊണ്ടാണ് ഒന്നും നടക്കാത്തത്. അതെന്തെന്ന് വർത്താനം അച്ഛൻ? ഞാൻ എന്ത് ചെയ്തു തരാം? നീ കാരണമാണ് നിന്റെ കല്യാണം നടക്കാത്തതെന്ന് നിനക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങൾക്ക് ആർക്കും എന്റെ കല്യാണ കാര്യത്തിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലെന്ന്. എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവും? എടാ നിന്നെ പറ്റി ഈ നാട്ടിലിറങ്ങിയാ ചോദിച്ചാ ആരെങ്കിലും ഒരു നല്ല വാക്ക് പറയൂ? അച്ഛാ അത് അസൂയ കൊണ്ട് നാട്ടുകാർ പറയുന്നില്ല. അസൂയ അവരുള്ള കാര്യമാണ് പറഞ്ഞത്, അസൂയൊന്നുമല്ല. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ കൂടുന്ന അവനെ കുറ്റം പറയാതെ. പരിഹാരം കാണണമെന്നല്ലേ നീ പറയണേ? പരിഹാരം കാണണം എങ്ങനെയാണ്? നീ ആദ്യം സ്ഥലപ്പേര് സമ്പാദിച്ചോണ്ട് വാ, എന്നിട്ട് നിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. എടാ ഉത്തമ, നീ ഒന്നും മിണ്ടായിരുന്നേ. എന്തിനു മിണ്ടായിരിക്കണത്? അവൻ പറഞ്ഞത് ശരിയല്ലേ? ഇവ ആദ്യം ഒരു നല്ല പേരുണ്ടാക്കട്ടെ, അവരുടെ കല്യാണം ആലോചിക്കാം. ശരി, കറക്റ്റ് കാര്യം അത് മനസ്സിലായി. അല്ല ഞാനിപ്പോ സൽപ്പേര് ഉണ്ടാക്കി മാത്രമേ നിങ്ങൾ എന്റെ കല്യാണം നടത്തി തരൂ അല്ലേ? എന്നാ പിന്നെ സൽപ്പേര് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ വീട്ടിലോട്ട് കാലുകുത്താം. സൽപ്പേര് എന്താ ദിവാന്റെ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കണം. അപ്പൊ ആരെങ്കിലും വാങ്ങിച്ചോണ്ടിരുന്നേ ഏഴ് വാങ്ങിച്ച് തിന്നെന്നാ ഞാൻ വേണമെങ്കിൽ ആൾ വാങ്ങിച്ച് തിന്നടേ. വാങ്ങിച്ചോണ്ട് ഞാൻ വാങ്ങിച്ചോണ്ടെന്നാൽ ഞാൻ എന്ത് വേണം ചെയ്തോളാം. രണ്ടുപേരും വഴക്കുണ്ടാക്കാം. നീ ഒന്ന് കയറി പൊയ്ക്കകത്ത്. എന്തിനാ ഭാഗത്ത് കയറി പോന്നേ? ഞാൻ സൽപ്പേര് ഉണ്ടാക്കിയിട്ട് ഇനി വീട്ടിലോട്ട് കയറുന്നുള്ളൂ പോരെ. അപ്പൊ വീട്ടിൽ പറഞ്ഞില്ലേ? വീട്ടിൽ വരുന്നില്ല. സൽപ്പേര് വരും, സൽപ്പേര് കാണിച്ചു തരാം. ശിവേട്ടാ, എന്ത് സ്വഭാവ പോലീസ് അസോസിയേഷന്റെ പരിപാടി ഉണ്ടായിട്ട് എന്നോട് പറയാഞ്ഞേ? അപ്പച്ചടുത്ത് പറഞ്ഞില്ലേ, ചോദിക്കണോ പറ്റിയത്? ശിവേട്ടാ എടി കിളി, ഒരു വിറ്റ് കേസുണ്ടായിട്ട് നിന്റെ അനിയൻ സൽപ്പേര് വാങ്ങിക്കാൻ ഏതോ കടയിൽ കിട്ടും പോലെ ഓടി വെളിയോട്ടിറങ്ങി പോയിട്ടുണ്ട് വിറ്റ് കേസില്. അവന്റെ കാര്യം അവിടെ നിക്കട്ടെ, നിങ്ങളുടെ കാര്യം പറ. എനിക്ക് സൽപ്പേരുണ്ടല്ലോ. അതല്ല, പോലീസ് അസോസിയേഷന്റെ പരിപാടിയുടെ കാര്യം പറയാം. പോലീസ് അസോസിയേഷന്റെ പരിപാടി ഇല്ലേ, അത് ഇപ്രാവശ്യം ഉണ്ട്. നമ്മൾ തകർക്കും പരിപാടി. മക്കളെ നമ്മൾ നാടകം ഫിക്സ് ചെയ്ത് ഞാൻ ശുഭമൊക്കെയാണ് ചെയ്യണത്. നാടകം സെറ്റ് ആക്കിയോ? അപ്പച്ചും കുപ്പച്ചൊന്നുമില്ല പടി. ഞാനില്ലേ? നീ ഇല്ല. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പോലീസ് അസോസിയേഷന്റെ പരിപാടിക്ക് എല്ലാവരുടെയും ഫാമിലിയും കയറി പെർഫോം ചെയ്തല്ലോ. അത് ചെയ്ത് അപ്പൊ നാടകത്തിന് ഞാനും ഉണ്ട്. അല്ലടി ഇത് പുരാണ നാടകമാണ്. അപ്പൊ നീ എങ്ങനെ ചെയ്യും? എന്താ പുരാണ നാടകം ഞാൻ ചെയ്ത? നീ ചെയ്ത കുഴപ്പമില്ല. പക്ഷെ ഇതേ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് പഞ്ചപാണ്ഡവന്മാരെ കഥയാണ് സത്യം.
എന്തൊരു ഐഡിയ ചെയ്തേണേ? ഞാനാ അയ്യോ ഞാനല്ലേ വെള്ളിയാളി വീര അർജുന അമ്പൊക്കെ വിട്ടുകൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു പാട്ട് പാടാം. അല്ല ഇത് പാട്ടൊന്നുമല്ലടി, നമ്മളിത് ഈ പരിപാടി വിജയിപ്പിക്കാനല്ലേ നോക്കണത്. ഓ അപ്പം മാമ ഉദ്ദേശിച്ചതേ അപ്പച്ചി പാട്ട് പാടിയ പരിപാടി പൊളിഞ്ഞു പോന്നാണല്ലേ? നീ ചുമ്മാ എഴുതിയില്ലാണോ ഒഴിക്കല്ലേ അങ്ങോട്ട്. അപ്പൊ പിന്നെ ഞാൻ പാട്ട് പാടിയാൽ എന്താ പ്രശ്നം? അതിന് മറ്റേ ശ്രുതി വേണ്ടേ? ശ്രുതിയോ? എന്നാലും അപ്പച്ചിയുടെ മുഖത്ത് നോക്കി മാമ ശ്രുതിയില്ലെന്നൊക്കെ പറഞ്ഞില്ല. മോശം മോശം. ഇല്ല ഞാൻ അപ്പച്ചിയുടെ മുഖത്ത് നോക്കണില്ല, ഞാൻ ചവരിൽ നോക്കി ശ്രുതിയില്ല. നിങ്ങൾ വലിയ തമാശ ഒന്നും കളിക്കൊന്നും വേണ്ട. എന്റെ പാട്ടിന് ശ്രുതി ഇല്ലെങ്കിൽ നിങ്ങൾ അർജുനനായ ഒരു കാശിന് കൊള്ളത്തില്ല. ഞാൻ എന്തായാലും പാട്ട് പാടും. നീ നോക്കിയോളി, ഞാൻ തട്ടിക്കയറുമ്പോ തകർക്കും. ഞാൻ എന്തായാലും ആ തട്ടിക്കേറി തന്നെ പാട്ടും പാടും. എന്റെ എന്തായാലും ഒരു പരിപാടി എന്തായാലും ഉണ്ടാവും. എനിക്കും ചെയ്യണം, എല്ലാവരുടെയും മുമ്പിൽ കാണിക്കണ്ടേ PC ശിവന്റെ ഭാര്യ അടിപൊളിയെന്ന്. അതവർക്കൊക്കെ അറിയാം. എന്നാലും ഒന്നുകൂടെ കാണിക്കണം. ഞാൻ പാട്ട് പാടും. എന്തൊരു കുഴപ്പമുണ്ടോ? ആകെ തലവേദന കേസല്ല അപ്പച്ചി. തലവേദനയോ? എടാ പുറത്തേ ചൂടൊക്കെ കൂടിയിട്ടായിരിക്കും, ഞാനൊരു ചുക്കാപ്പിട്ട്. ആ തലവേദനയല്ല, മറ്റേ പ്രശ്നം. എന്ത് പ്രശ്നം? അതല്ല ഈ പോലീസ് അസോസിയേഷന്റെ പരിപാടി പറഞ്ഞ അപ്പച്ചിക്ക് അറിയാലോ. ആ അതിൽ ഈ പോലീസുകാരെ വീട്ടുകാർക്ക് പങ്കെടുക്കാം. കഴിഞ്ഞ കൊല്ലം നീയും ഭയങ്കര ഒരു ഡാൻസ് ഒക്കെ ചെയ്തായിരുന്നു. അത് തന്നെ, അത് പക്ഷെ അത് കൊച്ചു പരിപാടിയാണ്. ഇപ്രാവശ്യം വലിയ പരിപാടിയാണ്, ഗ്രാൻഡ്. എന്നിട്ട് എന്താ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇപ്രാവശ്യം? ഇപ്രാവശ്യം നാടകം. നാടകോ? ആഹാ കൊള്ളാലോ, പൈങ്കിളി പൊളിക്കും. പൈങ്കിളി അതിലില്ല. അവളില്ലേ? ഇല്ല, ഇത് ഈ ആണുങ്ങൾ മാത്രമുള്ള നാടകമാണ്. ഇത് ആണുങ്ങൾ മാത്രമുള്ള നാടകോ? പഞ്ചപാണ്ഡവന്മാര്. പഞ്ചപാണ്ഡവന്മാര് കാട്ടി പോകുന്നോ? എന്നാ പഞ്ചപാണ്ഡവന്മാര് പാഞ്ചാലിയായിട്ട് കാട്ടി പോണത്. പാഞ്ചാലി പിന്നെ പെണ്ണല്ലേടാ? പാഞ്ചാലി പെണ്ണാണ് അപ്പച്ചി. ഉള്ള കാര്യം പറഞ്ഞല്ലേ, പാഞ്ചാലിയായിട്ടൊരു സുന്ദരി അതിനകത്ത് ഓൾറെഡി സെലക്ട് ആയി. PC ജലജ. പിന്നെ ഈ ജലജ ഫുൾ ടൈം നടക്കണ ശിവൻ അല്ല, ഈ അർജുനന്റെ കൂടെയാണ്. അർജുനായിട്ടാണ് ഞാനാണ്. അതാണ് ഈ പ്രശ്നം. മനസ്സിലായി പറ്റി? അയ്യോ, അപ്പൊ എന്റെ പൊന്നും മോന് പാഞ്ചാലിയുടെ കൈയും പിടിച്ച് ഇങ്ങനെ കറങ്ങണം. അതിനാണ് നാടകത്തിൽ പെണ്ണുങ്ങളില്ലാത്തതല്ലേ? അല്ല നീ എപ്പോ വന്നത്? ഞാൻ വന്നിട്ട് 10-28 വർഷമായി. അല്ല ഇത് എന്റെ കഥയല്ല, ഇത് വേറെ നാടകത്തിന്റെ കഥ. ആണല്ലേ? മനസ്സിലായി. അർജുനൻ നിങ്ങളാണല്ലോ. എന്തായാലും അർജുനൻ പാഞ്ചാലിയുടെ കൈയും പിടിച്ച് തന്നെ കറങ്ങും. ഞാൻ കാണിച്ചു തരാം. അയ്യോ അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി ഒന്നും ചെയ്യാനില്ല, കൈവിട്ട് പോയി മോനെ. ചെന്ന് മണിയടിക്കാൻ നോക്ക്. ഒരു കഥ പറയാന്ന് പറഞ്ഞില്ലേ? ആ കഥ ഇപ്പൊ പറ. ആ കഥ അത് ശിവന് വേണ്ടിയിട്ടല്ലേ, ശിവ ഇല്ലല്ലോ. ഇനി പിന്നെ കഥ നമുക്ക് കഥ കേൾക്കാൻ കൊതിയായിട്ടല്ലേ അപ്പൂപ്പ? അയ്യോ മക്കളെ, അത് കഥയല്ല, അത് അനുഭവമാണ് പറയാന്ന് പറഞ്ഞത്. എന്നാ അനുഭവം പറ, കേക്കട്ടെ. അനുഭവം കേൾക്കണോ? ഞാൻ പറയാം, ഫുള്ള് കേൾക്കണം. അവസാനം ചുമ്മാ ഉടായ്പത്തൊന്നും പറയരുത്. എന്നാ ഇരിക്കും, ഞാൻ പറഞ്ഞുതരാം. അതായത് മക്കളെ ഇവിടെ ഇരിക്കും. പണ്ട് അപ്പം പഞ്ചാബിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയം, അപ്പം ഒരു ദിവസം ഞാൻ പ്ലെയിൻ പറത്തിക്കൊണ്ട് കുറേ ദൂരം നല്ല 500-510 ഇങ്ങനെ ചീറി പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. കുറേ ദൂരം ഓടിച്ചപ്പോൾ അപ്പോൾ ഭയങ്കര ക്ഷീണം, ബോറടിച്ച് അതിനകത്തിന്. എന്നാൽ പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ താഴെ കണ്ണാടി കൂടെ ഇങ്ങനെ താഴെ നോക്കിയപ്പോൾ അവിടെ ഒരു ചായക്കട ഉണ്ട്. അപ്പം പതുക്കെ വിമാനം ലാൻഡ് ചെയ്ത് റോഡിൻ്റെ സൈഡിൽ കൊണ്ട് ഒതുക്കി നിർത്തി. എന്നിട്ട് അവിടെ ഇറങ്ങി ചായക്കടയുടെ മുന്നേ ചെന്ന് ഒരു ചായയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് പൈസയൊക്കെ കൊടുത്തു. പൈസയൊക്കെ കൊടുത്തപ്പം തിരിഞ്ഞ് നോക്കിയപ്പോൾ ആണ് ബോർഡ് കണ്ടത്. പ്രശ്നമായി. എന്ത് പ്രശ്നം? അപ്പൊ നിന്ന് ചായക്കട ഇന്ത്യയിലല്ല, അങ്ങ് പാകിസ്ഥാനില്ല. എന്നിട്ടാ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാറുണ്ടല്ലോ. അപ്പം പതുക്കെ ഇങ്ങനെ നോക്കിയപ്പം കുറെ പട്ടാളക്കാർ ചുറ്റും വന്ന് വളർന്നു. പട്ടാളക്കാർ മാത്രമല്ല, തീവ്രവാദികള്. തീവ്രവാദികൾ ഒരു സൈഡിൽ തോക്കെടുത്ത് പിടിക്കുന്നു, ഇപ്പുറ സൈഡിൽ പട്ടാളക്കാർ തോക്കെടുത്ത് പിടിക്കുന്നു. അപ്പൊ ഇങ്ങനെ ചുറ്റും നോക്കി, യോതേ ഒരു വെള്ള ആന. നിങ്ങളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ, അതേപോലെ ഈ പട്ടാളക്കാരെല്ലാം തിരിഞ്ഞു നോക്കി. ഈ സമയം പതുക്കെ നൈസായിട്ട് അപ്പൂപ്പ അവിടെ നിന്ന് മുങ്ങി വിമാനം എടുത്ത് നേരെ പുറത്തൊക്കെ പോയി. തള്ളുകഥയല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ അപ്പൂപ്പ കഥയൊന്നും പറയുന്നില്ല. നിങ്ങളെ നാടകം കളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നം. നാടകം കളിക്കാൻ സംഭവിക്കില്ല. മക്കളെ നിങ്ങളെ അത്തേർപ്പിക്കോ കേട്ടാ. എന്തുവാ പ്രശ്നം? നാടകം കളിക്കണ മാമ, അത് എന്ത് പറഞ്ഞ മനസ്സിലാവില്ല. പൈങ്കൂസവൻ നാടകം കളിച്ചോടാ, അതിനിപ്പോ എന്താ പ്രശ്നം? അച്ഛനിത് എന്തോ അറിഞ്ഞിട്ടാ. ഇങ്ങനെ നാടകം കളിക്കാനുള്ള പൂതി കൊണ്ടൊന്നും അല്ല. എന്തിനാ നാടകം കളിക്കുന്നതെന്നറിയോ? എന്തിനാ നാടകം കളിക്കുന്നതെന്ന് അറിയാമോ? ഇവരുടെ അവിടെ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്, PC ജലജ. അവളെ കൊണ്ട് പാഞ്ചാലിയുടെ വേഷം കെട്ടിച്ച് ഇങ്ങനെ അർജുനനായിട്ട് ഈ കിടന്ന് ഈ കറങ്ങാൻ വേണ്ടിയിട്ടാണ് നാടകം കളി. അയ്യാ അത് മോശം. പിന്നെ നമുക്കൊരു വേഷം കൊടുക്കാത്തതേ. അതിന് ജലജയ്ക്ക് ഭയങ്കര പാഞ്ചാലി ലുക്കാണ് മാമ. നീ അവക്ക് വേറെ ഏതെങ്കിലും ഒരു വേഷം കൊടുത്താൽ മതിയല്ലോ, പ്രശ്നം തീർന്നു. വേറെ വേഷം കൊടുത്താൽ ശരിയാവൂ?
ആ കൊടുത്താൽ മതി. എന്നാ പിന്നെ ഒരു രാക്ഷസിയുടെ വേഷമുണ്ട്. ആ അച്ഛാ, ഞാൻ ആ രാക്ഷസിയുടെ വേഷവും കെട്ടി ഇങ്ങനെ ഞാൻ അങ്ങോട്ട് കടിച്ച് കയറി മാറി എന്തോന്നിത് ഒരുമാതിരി. എന്തായാലും ഇങ്ങനെ നാടകം കളിക്കത്തില്ല. ഏയ് എന്റെ പൊന്നെ, അവ എങ്ങനെയെങ്കിലും പോയി നാടകം കളിച്ച് പ്രശ്നം തീർന്നു. ആ എന്നാ നാടകം കളിച്ചോട്ടെ. നാടകം കളിച്ചോ. പക്ഷെ ഒരു കണ്ടീഷൻ, പഞ്ചപാണ്ഡവന്മാരുടെ പേര് പറയണം. അതേ എളുപ്പത്തിൽ പറയാം. പറഞ്ഞു കൊടുക്കും മണിമണി പോലെ പഞ്ചപാണ്ഡവന്മാരുടെ പേര്. അങ്ങനെയാണെങ്കിൽ കളിച്ചോട്ടെ, എനിക്ക് ഒരു പ്രശ്നമില്ല. 5 പേരുടെ പേര് തെറ്റാതെ പറ. യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, ലക്ഷ്മണൻ, സഹദേവൻ. എങ്ങനെ ഇരിക്കുന്നു? നന്നായിരിക്കുന്നു. ഒന്നുകൂടെ ഇപ്പൊ പറഞ്ഞല്ല. ഒന്നുകൂടെ പറ. അർജുനൻ, ലക്ഷ്മണൻ, സഹദേവൻ, ഭീമൻ, നകുലൻ. ലക്ഷ്മണനോട്ട് കളിയില്ല. ഷിബുനും കൂടെ വെക്കായിരുന്നു. പാണ്ഡവന്മാരെ പേരറിഞ്ഞൂടാത്ത നീയെ ഒരു നാടകം കളിക്കാൻ പോകണം. 2 പ്രാവശ്യം പറഞ്ഞല്ല. ആ വേണ്ട, അതല്ല ശരിക്കുള്ള പേര് നീ കണ്ടുപിടിക്കും. ശരിക്കുള്ള പേര് എന്തൊരു കുഴപ്പം? ഇതേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇരിക്കും വരും കേട്ടോ. PC ജലജ കൂടെ വിടൂ. വിടാം. ആധുനിക കരടികളുടെ പൊതുവായ സ്വഭാവ വിശേഷങ്ങൾ: ദൃഢമായ കാലുകൾ, പിന്നെ നീളമുള്ള മൂക്കുകൾ, ചെറിയ വൃത്താകൃതിയുള്ള ചെവികൾ, ഷാഗി മുടി, 5 പിൻവലിക്കാത്ത, ഞാനേ മറ്റേ നോട്ട്സ് തയ്യാറാക്കിയായിരുന്നു. 5 പിൻവലിക്കാത്ത നഖങ്ങളുള്ള പ്ലാന്റിഗ്രേഡുകൾ, ചെറിയ വാലുകൾ. കളിയാക്കിച്ചിരിക്കുകയാണ്. സന്തോഷം കൊണ്ട് കുറച്ചുകൂടെ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. അതെ അതെ, കുറച്ചും കൂടെ സന്തോഷം വേണോ? തൊണ്ട് വേണം. സുമേഷിനെ എങ്ങോട്ടാ പറഞ്ഞു വിട്ടെ? ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. അല്ല, അവൻ എങ്ങോട്ടാ പുറത്തു പോയത്? അവൻ എന്തോ സത്പേര് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി. അല്ലേ? എന്ത് സത്പേര് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ? ആരുടെ അനിയനാണ്? അതാണ്, പുത്തൊണ്ണും കൂടെ സൽപ്പേരുണ്ടാക്കിയിട്ടുണ്ട്. വായിച്ചോക്ക്. ഇതെങ്ങനെ ശരിയാകും? എനിക്കറിഞ്ഞൂടാ. ഒത്തുണ്ട് അനിയനല്ലേ? ഓടിപ്പഞ്ഞ് പോകണ്ട, അവനിവിടെ ഇല്ല. എന്താണ് സ്പെഷ്യൽ? സ്പെഷ്യൽ ഒന്നുമില്ല, ചുമ്മാ ഒരു മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടിയാ? എന്തോന്ന് മെഴുക്കുവരട്ടി? നിങ്ങൾ തന്നെ ഒന്ന് നോക്ക് എന്തോന്ന് മെഴുക്കുവരട്ടിയാന്ന്. അച്ഛാ, അമ്മ, അവൻ എന്തിട്ട് കേടമ്മ? ആർക്കാടാ? എന്ത് പറ്റിയടാ? സുമേഷ് ഇറങ്ങന് എന്ത് പ്രശ്നം? എന്ത് ഇങ്ങോട്ട് നോക്കി. ആ, ഇതാ പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ദേവകി ചേച്ചിയുടെ ഫോട്ടോ അല്ലേ? ഇവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടത്? അയ്യോ, അച്ഛന് കാര്യം മനസ്സിലായില്ലേ? ദേവകി ചേച്ചിയുടെ പശു കുറച്ചാൾ മുമ്പ് ചത്തു പോയിരുന്നല്ലോ. അല്ല, പശു മരിച്ചു പോയിരുന്നല്ലോ. അതിന് പകരം പുതിയ പശുവിനെ ഉത്തുവണ്ണൻ മേടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റാണത്. അതവൻ ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് നാട്ടുകാർ കാണൂലേ? ചുമ്മാ പറഞ്ഞു. നാട്ടുകാർ കണ്ട അവൻ എന്താടാ ഗുണം? അയ്യോ, അതിലവൻ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, സുമേഷ് മുൻകൈ എടുത്തിട്ടാണ് ഉത്തുവണ്ണത് മേടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഒരു ക്രെഡിറ്റ് ആയില്ലേ? അല്ല, ഈ പശുവിനെയൊക്കെ മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലേ, ഒരുപാട് പൈസ വേണ്ടടാ. അതെ, നിങ്ങൾ രണ്ടും കൂടെ അല്ലേ അവനെ പറഞ്ഞു വിട്ട സൽപ്പേരുണ്ടാക്കിക്കൊണ്ട് വരാൻ. ഇനി നിങ്ങൾ അങ്ങ് മേടിച്ചു കൊടുത്താ മതി. എന്താണെന്ന് എനിക്കറിയാം. അല്ലേ ഉത്തമ, ഇല്ല അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ അവനെ. നീ പണിയടാ അത്. ഇത്രയും കൊടുക്കണ്ടായിരുന്നടാ. എന്തോന്ന് പണിയാടാ കാണിച്ചേ? അപ്പൊ അളിയനും അറിഞ്ഞ ദേവയ്ക്ക് ഉത്തമം പശുവിനെ വാങ്ങിച്ചു കൊടുക്കുന്നു. നീ എന്ത് ധൈര്യത്തിലാടാ വാക്ക് കൊടുത്തത്? അപ്പൊ അളിയനെ കിട്ടിയ? നീ പിന്നെ ആരുടെ കാര്യമാണ് പറഞ്ഞത്? ഞാൻ ബാബന്റെ കാര്യമല്ലേ ചിരിച്ചത്. എനിക്കെന്ത് പണിയടേ? ബാബ നമ്മളെ ജംഗ്ഷനിൽ ലോട്ടറി വെക്കുന്ന രമചേച്ചി ഇല്ലേ? രമചേച്ചി വർഗീസ് ചേട്ടനും അവര് വെയിലത്ത് നടന്നല്ലേ വിൽക്കുന്നത്. അപ്പൊ അവർക്ക് വെയിൽ കൊള്ളാതെ നിന്ന് വിൽക്കാൻ വേണ്ടി വലിയ കുട വാങ്ങിച്ചു കൊടുക്കും, മാമ വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഇവൻ പറഞ്ഞേക്കണേ. ഞാനാ എപ്പോ പറഞ്ഞടേ? എടേ, ഈ വലിയ കുട എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പൈസ ആവില്ലടാ. 3500 രൂപ ഒരു കുടക്ക്. നീ അത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടാടേ? അതൊക്കെ എഴുതിയിട്ട് ഒരു ലൈക്കും ഉണ്ട്. അതെ അതെ, അധികം ചിരിക്കണ്ട, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് പണി. എനിക്കെന്താ പണി? ഇവൻ ഫേസ്ബുക്കിൽ വേറെ ഇട്ടായിരുന്നു, നമ്മുടെ ഇവിടുത്തെ മറ്റേ നവരസ ക്ലബില്ലേ, അവിടെ രക്തദാനം എപ്പ വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ എന്ന്. ഞാൻ തോന്നിയേ രക്തം കൊടുക്കണം. ഞാൻ രക്തമൊന്നും കൊടുക്കൂല. സാരില്ല, അവരെന്നെ വിളിച്ചു, ഇപ്പൊ അങ്ങോട്ടൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പനി അതെനിക്കറിയത്തില്ല, സൽപ്പേര് സുമേഷിനോട് ചോദിച്ചോക്ക്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ? നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് സൽപ്പേർ ഉണ്ടായിക്കൊണ്ട് വരാൻ.
കുടുംബക്കാർക്ക് പാറ വെച്ചിട്ടാണോടാ സൽപ്പേരുണ്ടാക്കുന്നത്? ആ അവൻ എന്ത് ചെയ്താലും അവൻ എന്തായാലും ഇപ്പൊ നാട്ടിൽ നല്ല സൽപ്പേരാ കേട്ടോ. കുടുംബക്കാരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് റെഡി ആയി പോകാൻ നോക്കെ. ഇനി എന്റെ കല്യാണം നടത്തുന്നു. നിന്റെ കല്യാണം അത് നടത്തണം വേണ്ട, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. പക്ഷെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കാതെ കുട വാങ്ങിച്ചു കൊടുക്കേണ്ട സെറ്റപ്പ് ചെയ്യണം. എടേ മക്കളെ, എന്റെ പൈസ ഒന്നുമില്ലടാ. എന്താ പിന്നെ അളിയം പശുവിനെ വാങ്ങിക്കാൻ മുമ്പ് 2 കുടയും കൂടെ വാങ്ങിച്ചാൽ പോലും. ആ അത് നല്ല ഐഡിയ. ഡേയ് നീ പശുവിനെ വാങ്ങിക്കുമ്പോൾ 2 കുടയും കൂടെ വാങ്ങിച്ചു കൊടുത്തേക്കണം, കേട്ടല്ലോ? ആ മാറ്. ആ എവിടെ എവിടെ പൈസ എവിടെയാടാ? പൈസ എവിടെ? പൈസ എവിടെയെന്ന്? ഏത് പൈസ? ഏത് പൈസ? കുട വാങ്ങിക്കാനും പശുവിനെ വാങ്ങിക്കാനും നിനക്ക് പൈസ ഒന്നുമില്ലല്ലോ. അതെവിടെ ചോരടാ? എവിടെയാ അത്? എന്റെ പൈസ തന്നില്ലല്ലോ. അല്ല പക്ഷെ നിന്റെ തന്ന്. ഞാനല്ലേ കൊടുത്തത്? ഓ, നീ അളിയൻ കണ്ടില്ലേ? തന്നല്ലോ. തരാത്ത പൈസ നീ കണ്ടില്ലായിരുന്നോ? അല്ല, ഞാൻ കണ്ടല്ലോ. എങ്ങനെ എന്ന് നമ്മൾ പറയും? അല്ല അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവൂല. നാട്ടുകാർ നീ പറയണ വിശ്വസിക്കോ ഞങ്ങൾ പറയണ വിശ്വസിക്കോ? പശു കുടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വാ, അപ്പൊ കല്യാണത്തിനെ കുറിച്ചിട്ട് ആലോചിക്കാം. കല്യാണം നടക്കൂല. നീ എന്തിനു ചിരിക്കണത്? പൈസ എന്റെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റും. രക്തം എന്റെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റും. രക്തം എന്റെ കൈ കൊണ്ടു തന്നെ നിങ്ങൾക്ക് കള്ളം പറയാൻ പറ്റുമോ? കൊടു രക്തം കൊടു. കൊടു രക്തം കൊണ്ട് കൊടു, കുത്തി കയറ്റി എടുക്കും എ പോസിറ്റീവ് ബ്ലഡ്. എന്തൊരു ദുഷ്ടാണാ നീ. പോ പട്ടി തന്നെ.